Hello friends, welcome back to my YouTube channel Riya Stand Up Maths. അപ്പോൾ ഇന്നത്തെ പുതിയ ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ട്രയാങ്കിൾ ഡിവിഷൻ എന്ന ടോപ്പിക്കാണ്. പേജ് നമ്പർ 16 സീ ദീസ് പിക്ചേഴ്സ് ആണ്. ഒരു പിക്ചർ നമുക്ക് തന്നിട്ട് 2 പിക്ചറുകളാണ് കണ്ടിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പിക്ചർ നോക്കി നോക്കാം. ഓക്കെ, ഇങ്ങനൊരു പിക്ചർ, ഇതിൻ്റെ ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ഒന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പിക്ചർ നമുക്ക് തന്നിട്ടുള്ളത് 6 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ഇങ്ങനെ തന്നിട്ടുള്ളത്. ഇനി എന്താണ്, ആദ്യം നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടെത്തി വെക്കണം. ആദ്യം നമുക്ക് ഏരിയ, ട്രയാങ്കിൾ ഡിവിഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആദ്യം നമുക്കൊന്ന് ഏരിയ കണ്ടെത്തി നോക്കാം. അപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്റർ ഉണ്ട്, 4 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാമല്ലോ, ഹാഫ് BH ആണ് ഏരിയ എന്ന്. അപ്പോൾ half BH is equal to half into 6 into 4. 6 into 4 24. 24 half എത്രയാണ്? 12. half into 24 is equal to 12 centimeter square. ഓക്കെ, 12 centimeter square. ഇനി നെക്സ്റ്റ് ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്, അതോടെ നമുക്ക് വരച്ചു നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ട്രയാങ്കിൾ നോക്ക്. ഈ ട്രയാങ്കിൾ എങ്ങനെയാണ്? ബേസ് 3 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും ഇത് തന്നെയാണ്. 6 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത് തന്നെയാണ് തന്നിട്ടുള്ളത്. ഇനി എന്താണ്, ഇവിടെ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടെത്തി നോക്കാം. ഇവിടെ ബേസ് 3 സെൻറ്റിമീറ്റർ, നമുക്ക് ഇതിന് പേര് കൊടുക്കാം, അപ്പം മനസ്സിലായിക്കോളൂ. ABC D. ഓക്കെ, ADC ഒരു ട്രയാങ്കിളാണ്. ADC ഒരു ട്രയാങ്കിൾ, DBC ഒരു ട്രയാങ്കിളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ADCൻ്റെ ഇതിൻ്റെ ഏരിയ ആദ്യം കണ്ടെത്തി വെക്കണം. ADCയുടെ ട്രയാങ്കിൾ ADCൻ്റെ ഏരിയ ആദ്യം കണ്ടെത്തി വെക്കാം. ട്രയാങ്കിൾ ADC, ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ ആണല്ലോ ബേസ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 3 സെൻറ്റിമീറ്റർ. ഈ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ഇവിടെ 4 സെൻറ്റിമീറ്റർ നമുക്കറിയാം അല്ലേ, 4 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 4 എത്രയാണ്? 4 ഇൻറ്റു 3 12. 12ൻ്റെ ഹാഫ് 6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് ട്രയാങ്കിൾ DBC കണ്ടോക്കാം. ഹാഫ് ഇൻറ്റു 3 തന്നെയുള്ള ബേസ് അല്ലേ, 3. ഇതിൻ്റെ ഹൈറ്റ് എത്ര ആയിരിക്കും? ഹൈറ്റ് ഇപ്പോൾ ഇതൊരു ട്രയാങ്കിളാണ്, ADC എന്ന ട്രയാങ്കിളും ഇത് DBC എന്ന ട്രയാങ്കിളാണ്. ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പോയിന്റിൽ നിന്ന്, 3rd വെർട്ടെക്സ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യണം? ഒരു പെർപെൻഡിക്കുലർ ലൈനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഈ ട്രയാങ്കിൾ നോക്കരുത്, ഈ ട്രയാങ്കിൾ നോക്കുക. ഇതാവുമ്പോൾ നമുക്ക് ഇവിടെ പെർപെൻഡിക്കുലർ ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ വേണം വരയ്ക്കാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ട്രയാങ്കിൾ അവിടെ എടുത്ത് വരയ്ക്കുകയാണ്. ഇങ്ങനെയുള്ള ട്രയാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ ഏരിയയാണ് കണ്ടെത്താൻ വേണ്ടിയുള്ളത് 3 സെൻറ്റിമീറ്റർ. നമുക്കറിയാം ഇവിടെ എന്താണ് 4 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്ക് എന്താ വേണ്ടത്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹൈറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ DB എന്നുള്ളത് ഒന്നിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക, ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക? ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ ഇതെന്ത് തന്നെയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് ഇവിടെ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ടല്ലോ.
ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് ഈ ട്രയാങ്കിൾ ഒന്ന് ജസ്റ്റ് ഈ ലൈന് ഈ ബേസ് എന്ത് ചെയ്യുക, ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇതെന്ത് തന്നെയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ഈ സൈഡ് തന്നെ അല്ലല്ലോ ഈ സൈഡ്. ഓക്കെ, അപ്പോൾ അത് 4 സെൻറ്റിമീറ്റർ കിട്ടി. 4 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെ 6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാം 6 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്ററും അല്ലേ. ഇതിൻ്റെ റേഷ്യോ ഓഫ് ട്രയാങ്കിൾസ് അല്ല, റേഷ്യോ ഓഫ് ഏരിയാസ്. റേഷ്യോ ഓഫ് ഏരിയാസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 6:6 എന്ന് പറയുന്നത് എന്താണ്? 6 കോമൺ ആയിട്ട് രണ്ടിൽ പോകും. അപ്പോൾ 6ൽ എത്ര 6 ഉണ്ട്? 1. ഇതിലും എത്ര? 1:1. അപ്പോൾ 1:1 ആണ് ഇതിൻ്റെ റേഷ്യോ ഓഫ് ഏരിയാസിൻ്റെ. ഇതിൻ്റെ ഏരിയയുടെ റേഷ്യോ എത്രയാണ്? 1:1 ആണ്. ഇപ്പോൾ 6:6. ഓക്കെ, ഇവിടെ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി 6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നേ കിട്ടി. ഇനി ആദ്യത്തെ ട്രയാങ്കിൾ നോക്കി. ട്രയാങ്കിൾ തന്നെ ആണല്ലോ ഈ ട്രയാങ്കിളും. ആദ്യം നമ്മൾ എല്ലാം പാടെ നമ്മൾ എന്ത് ചെയ്യുക ചെയ്തത്? ഏരിയ കണ്ടെത്തുക ചെയ്തത്. അപ്പോൾ നമുക്ക് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഇതിൻ്റെ പകുതി ട്രയാങ്കിൾ. ഓക്കെ, അതാണ് ഇവിടെ ഉള്ളത്. ഈ മൊത്തമായിട്ട് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നോക്കുക. എ ബി സി ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര? 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. പിന്നെ ഇതിൻ്റെ ഒരു ഹാഫ് നമ്മൾ എടുത്തു. ഓക്കെ, ഇതിൻ്റെ ഹാഫ് എടുത്തപ്പോൾ എത്രയാണ്? 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. മറ്റേ ഹാഫ് എടുത്തപ്പോഴും 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് മനസ്സിലായി ട്രയാങ്കിൾ ഡിവിഷൻ ചെയ്യുമ്പോൾ, ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ ഡിവിഷൻ ആണല്ലോ. ട്രയാങ്കിൾ ഡിവിഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പാർട്ട് എന്തായിരിക്കും എന്ന് മനസ്സിലായി. ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കേട്ടോ, ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ ട്രയാങ്കിൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി. ആദ്യം ഇവിടെ നോർമൽ ആയിട്ടുള്ള ഈ ട്രയാങ്കിളിൻ്റെ ഹാഫ് ആയിരിക്കും എന്ന് മനസ്സിലായി. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഹാഫ് ആയിരിക്കും. 12 സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ് ആയിരിക്കും എന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഇത് നോക്കി നോക്ക്. ഈ ട്രയാങ്കിൾ എങ്ങനെയാണ്? ഈ ട്രയാങ്കിൾ എങ്ങനെയാണ് ഇതിൻ്റെ ഇതിൽ പിക്ചറിൽ കാണാം. പേജ് നമ്പർ 16 ഒരു ട്രയാങ്കിൾ നമുക്ക് കാണാം. ആ ട്രയാങ്കിൾ എടുത്തിട്ടാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ തന്നെയാണ് ഈ ട്രയാങ്കിൾ. ഇതിലാകെ എന്തൊരു മാറ്റമേ ഉള്ളൂ? ഈ സി എന്ന പോയിന്റിൽ നിന്ന്, ഓക്കെ, ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണല്ലോ, ഇത് 6 സെൻറ്റിമീറ്റർ ആണുള്ളത്. ഈ ആംഗിൾ 6 സെൻറ്റിമീറ്റർ ആണ് ഈ ലെങ്ത്ത്. ഈ 2 സെൻറ്റിമീറ്റർ വരെ എന്ത് ചെയ്തു? ഈ സി എന്ന പോയിന്റിൽ ഇങ്ങോട്ടൊരു ലൈന് വരയ്ക്കേ ചെയ്തിട്ടുള്ളൂ ഈ ഇതിലിപ്പോൾ. ഓക്കെ, ഇതേപോലെ തന്നെ 4 സെൻറ്റിമീറ്റർ ഇവിടെ ഉണ്ട്. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ ഡിവൈഡ് ചെയ്തത് എത്ര ഉള്ളൂ? 2 സെൻറ്റിമീറ്റർ ആയിട്ട്. നമ്മൾ നേരത്തെ 3 സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. ഇവിടെ 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഏരിയ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടെത്തി നോക്കാം. ഇനി ട്രയാങ്കിൾ ADC ഈസ് ഈക്വൽ ടു ADC എത്രയാണ്? ബേസ് 2 സെൻറ്റിമീറ്റർ, ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. 4 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2 8. 8ൻ്റെ ഹാഫ് 4. ട്രയാങ്കിൾ DBC ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവിടെ 4 അല്ലേ? 4 ആണ് ബേസ്. 4 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് നമുക്കറിയാം, ഇവിടെ 4 ആണ് നമുക്കറിയാം. നമ്മൾ നേരത്തെ എക്സ്റ്റെൻഡ് ചെയ്ത പോലെ തന്നെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. DB എന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എത്രയാണ് ഹൈറ്റ്? 4. 4 ഇൻറ്റു 4 16. 16ൻ്റെ ഹാഫ് 8. അപ്പോൾ ഇത് ഏരിയയാണ്. ഈ ഏരിയയുടെ നമുക്ക് കിട്ടി. ഈ ട്രയാങ്കിൾസിൻ്റെ ഏരിയ നമുക്ക് കിട്ടി. 4 5 ആണ്. അപ്പോൾ നമുക്ക് 4:8 എന്ന് എഴുതാം. 4ഉം 8 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4:8 എന്ന് എഴുതാം. 4:8 എഴുതുമ്പോൾ അതിൻ്റെ ലീസ്റ്റ് ഫോമൊക്കെ നമുക്ക് റേഷ്യോ ആക്കണം. അപ്പോൾ 4 ആണ് അവിടെ കോമൺ ആയിട്ട് പോകും. അപ്പോൾ 4 എത്ര 4 പോവും? 1. 1:8 എത്ര 4 പോവും? 2. 1:2 എന്താ റേഷ്യോ ഏതായിട്ട് കിട്ടി? ഏരിയ ആണ് കേട്ടോ. ഇത് ഏരിയയുടെ റേഷ്യോ ആണ് ഇത് വരും. ഓക്കെ, ഇത് ഏരിയയുടെ റേഷ്യോ ആണ് 1:2. ഇനി നമുക്ക് ലെങ്ത്തിൻ്റെ റേഷ്യോ നോക്കി നോക്കാം.
2:4 ആണ് ലെങ്ത്തിൻ്റെ റേഷ്യോ കേട്ടോ. ഇവിടേക്ക് എഴുതാണ് ലെങ്ത്ത് കേട്ടോ. ലെങ്ത് ഈസ് ഈക്വൽ ടു ഇവിടെ 2. ഓക്കെ, 2:4 4 ഉണ്ട്. അപ്പം എത്ര? ഇവിടെ 2 ആണ് കോമൺ ആയിട്ട് പോവുക. അപ്പോൾ 2 തന്നെ എടുക്കുക. 2-ൽ എത്ര 2 പോവും? 1. 1:2. 4-ൽ 2 2 പ്രാവശ്യം. അപ്പോൾ നോക്കൂ, അവിടെ നമുക്ക് കിട്ടിയ ലെങ്ത്തിൻ്റെ റേഷ്യോയും ഏരിയയുടെ റേഷ്യോയും സെയിം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? റേഷ്യോ ഓഫ് ലെങ്ത് ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ഏരിയാസ്. ഓക്കെ, റേഷ്യോ ഓഫ് ലെങ്ത് ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ഏരിയാസ് നമുക്ക് പറഞ്ഞൂടെ? നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം നമുക്കൊരു ട്രയാങ്കിൾ തന്നിരുന്നു. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. 12 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കണ്ടുപിടിച്ചു. പിന്നെ എന്താ നമ്മളിവിടെ ചെയ്തത്? നമ്മളതിനെ ഡിവിഷൻ ആക്കി. നമുക്ക് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഒരു കേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സർക്കിളിലൊരു കേക്ക് നമുക്ക് ഡിവൈഡ് ചെയ്യാം. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് 4 എന്ന പാർട്ടിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ട്രയാങ്കിളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2 പേർക്കും ഒരേപോലെയല്ലേ കിട്ടേണ്ടത്. അപ്പോൾ ഇപ്പോൾ 2 ആൾ ഉണ്ടെന്ന് വിചാരിക്കുക, 2 പേർക്കും ഒരേ കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 6 എന്നാണ് ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് വരുന്നത്. ആ കേക്കിൻ്റെ പീസിൻ്റെ ലെങ്ത്ത് 6 ആണ്, അതിൻ്റെ ഹൈറ്റ് 4 ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 3 എന്ന ലെങ്ത്ത് എടുത്തിട്ട് നമുക്ക് 3 എന്ന പോയിന്റിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ 3യും കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2 പേർക്കും സെയിം ആയിട്ട് കിട്ടും. അങ്ങനെ കിട്ടിയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇതിൻ്റെ ഏരിയയും സെയിം ആണ്. അപ്പോൾ 2 പേർക്കും കിട്ടിയ പീസ് എന്താണ്? സെയിം ആണ്. പിന്നെ വേറെ മെത്തേഡിൽ നമ്മൾ ചെയ്തു എന്ത്? അപ്പോൾ നമ്മളിവിടെ 3 എടുക്കുകയാണെങ്കിൽ എന്താണ്? ഇതിൻ്റെ ലെങ്ത്തിൻ്റെ റേഷ്യോ നോക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? 3:3 ഈസ് ഈക്വൽ ടു 1:1 തന്നെ ആയിരിക്കും കിട്ടുക. ഇനി ഈ ട്രയാങ്കിളിൽ നോക്കിയപ്പോഴോ, ഈ ട്രയാങ്കിൾ ഇവിടെ 2 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, 4 ആയിട്ടും ഡിവൈഡ് ചെയ്തു. അപ്പോൾ 2:4 ആണ്. ഓക്കെ, ലെങ്ത്ത് എന്ത്? 2:4 ആയിട്ട് നമ്മൾ റേഷ്യോ എഴുതി. 1:1 എന്ന് എഴുതി. ഇതിൻ്റെ ഏരിയ നമ്മൾ റേഷ്യോ ആക്കിയിട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്തു? ADCയുടെ റേഷ്യോ ബേസ് ADC 1/2 × 2 × 4 ആണല്ലോ ഹൈറ്റ്. 4 ഈസ് ഈക്വൽ ടു 4. പിന്നെ ഇതിൻ്റെ നോക്കുമ്പോൾ DBC നോക്കുമ്പോൾ ബേസ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 4. അപ്പോൾ 1/2 × 4 × 4 എത്ര? 8 സെൻറ്റിമീറ്റർ. 4:8 ഈസ് ഈക്വൽ ടു 1:1 ഏരിയ. അപ്പോൾ നമുക്ക് കിട്ടിയ ഏരിയയും സെയിം ആണ്, ലെങ്ത്തും സെയിം ആണ്, അതിൻ്റെ റേഷ്യോ സെയിം ആണ്. നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കൺസെപ്റ്റ് കൊടുക്കാം. റേഷ്യോ ഓഫ് ലെങ്ത് ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ഏരിയ. അപ്പോൾ ഇവിടെ നേരത്തെ എഴുതി തന്നെയാണ്, നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ട്രയാങ്കിൾ ADC ഈസ് ഈക്വൽ ടു 1/2 × 3 × 4 ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. ട്രയാങ്കിൾ DBC ഈസ് ഈക്വൽ ടു DBC 1/2 × 3 × 4 ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ലെങ്ത്തിൻ്റെ റേഷ്യോ എന്താണ്? 3:3 ഈസ് ഈക്വൽ ടു 1:1. ഏരിയയുടെ റേഷ്യോ എന്താണ്? 6:6 ഈസ് ഈക്വൽ ടു 1:1. അപ്പോൾ നമുക്കിവിടെ ഒരു കൺസെപ്റ്റ് പറയാം. പേജ് നമ്പർ 17 A line from the vertex of a triangle divides the length of the opposite side and the area of the triangle in the same ratio എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താ പറയുന്നത്? അത് ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ഒരു ലൈൻ ആ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും അങ്ങനെ ഉണ്ടാക്കുന്ന 2 ട്രയാങ്കിൾസിൻ്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോയും സെയിം ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ഒരു ലൈൻ ആ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും അങ്ങനെ ഉണ്ടാകുന്ന 2 ട്രയാങ്കിൾസിൻ്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? നിങ്ങൾക്ക് ഇതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ഞാൻ ഇതിന് ഉത്തരം തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.